ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ്, ഇടുക്കി ചില്ലീസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ കൽത്തൊട്ടി ഗ്രാമത്തിൻ്റെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് അടുത്തൊരു ഡെസ്റ്റിനേഷനായിരിക്കുന്ന മേപ്പാറ ഗ്രാമത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ കൽത്തൊട്ടിയിൽ നിന്ന് മേപ്പാറയ്ക്ക് പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും ഈ മേപ്പാറ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് നമുക്ക് കട്ടപ്പനയിൽ നിന്ന് അരിയമ്പാറ കൂടി സ്വർണ്ണവിലാസം കൂടി മേപ്പാറയിൽ എത്താൻ പറ്റും. അങ്ങനെ ബസ് സർവീസും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആ വഴിയല്ല കിട്ടിയത്. ഞാൻ കൽത്തൊട്ടിയിൽ ആദ്യം ചെന്ന് പെട്ടതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇടുങ്ങിയ വഴിയൊക്കെ തപ്പിപ്പിടിച്ച് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഈ പോകുന്ന വഴിക്ക് കുറേയൊക്കെ ദൂരം കഴിയുമ്പോൾ നമ്മുടെ കിഴക്കേമാട്ടുകാട്ടയിലേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടി സാധിക്കും. അതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ സ്ട്രെയിറ്റ് യാത്ര ചെയ്യുകയാണ്. ശരിക്കും നല്ല കുത്തനെയുള്ള മലയൊക്കെ കയറി ധാരാളം കാഴ്ചകളൊക്കെ കണ്ടുള്ള ഒരു യാത്രയാണ്. ഒരു അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എന്താണെങ്കിലും ഈ വഴി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല കുത്തനെയുള്ള കയറ്റമൊക്കെ കയറിയിട്ട് നമ്മൾ ഏതാണ്ട് ഒരു നിരപ്പ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മനോഹരമായ വീടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. കാരണം ഇത് ഏലം മേഖലയല്ലേ. ഏലം മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വർഷത്തിൽ ഒരിക്കൽ ചിരിപ്പിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം ഈ തൊട്ടടുത്ത് തന്നെ ഒരു 3-4 വർഷമായിട്ട് നല്ല വില ഏലത്തിനുണ്ട് കേട്ടോ. അങ്ങനെ ഏലക്കാടിൻ്റെ ഉള്ളിൽ ചെറിയ വഴികളൊക്കെ താണ്ടി നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. ഫുള്ള് കൃഷിയിടങ്ങളാണ്, നമുക്ക് വേറെ ഒന്നും ഇവിടെ കാണാനില്ല. അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ വേറൊരു മാസ്മരിക ലോകത്തേക്കാണ് എത്തുന്നത്. ഒരു പഴയകാല പ്രതാപത്തോടെ നിൽക്കുന്ന ഒരു സ്ഥലം, അതാണ് നമ്മുടെ മേപ്പാറ കേട്ടോ. നമ്മളങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് ഒരു പള്ളിയുടെ കാഴ്ച കാണാൻ പറ്റും. ഒരു പഴയ പള്ളിയാണ്. അപ്പം ഇത് ഈ ഗ്രാമത്തിൻ്റെ പള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും നമുക്ക് അവിടെ ചെന്ന് ചോദിക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ യാത്ര ചെയ്തിട്ട് മേപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ വൈകുന്നേരം 4 മണിക്ക് ശേഷം മാത്രം കടകൾ തുറക്കണതാണ്. തോട്ടം മേഖലയാണ്. അതുകൊണ്ട് ഈ കാണുന്ന കടകളെല്ലാം ഇപ്പോൾ അടച്ചിട്ടേക്കണേ കേട്ടോ. 4 മണി 3 മണി തൊട്ട് കടകൾ തുറക്കും. രാവിലെ 10 മണി വരെ കടകളുണ്ടാവും. അത് കഴിഞ്ഞാൽ ആളുകളെല്ലാം തോട്ടത്തിലേക്ക് പോകും. നമ്മൾ വന്ന വഴിക്ക് ഇവിടെ ഒരു പള്ളി കണ്ടില്ലേ. ഈ പള്ളി ഒരു പഴയ കാല പള്ളിയാണ്. കാത്തലിക്സ് ആണെന്നാണ് അറിയാൻ വേണ്ടി. അപ്പോൾ പുതിയ പള്ളി പണിതോ ചേട്ടാ? അപ്പുറത്ത് പുതിയ പള്ളി ഉണ്ട് അല്ലേ? ആ ശരി. ഇത് ഇവിടുത്തെ പഴയ ഒരു ചർച്ചിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇപ്പോൾ അത് പ്രവർത്തനമില്ല. പുതിയൊരു പള്ളി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ വന്ന വഴി ഇതാണ്. എന്താണെങ്കിലും പണ്ടൊക്കെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന സൈസുള്ള കടകൾ കണ്ടോ, തട്ടിയൊക്കെ അടിച്ച് പലകൊക്കെ അടിച്ച്, ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലും ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ വഴിയില്ലേ, ഈ വഴി ഇങ്ങനെ സ്വർണ്ണവിലാസം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. ആ വഴി നമുക്ക് എവിടെ എത്താൻ ചേട്ടാ? ഈ വഴി പോയാൽ എവിടെ എത്താം? നരിയമ്പാറ എത്താം അല്ലേ? സ്വർണ്ണവിലാസം കൂടി. ചേട്ടൻ്റെ പേരാ? എൻ്റെ പേര്. കട്ടപ്പനയിൽ നിന്ന് മേപ്പാറ വരെ ബസ് സർവീസ് ഉണ്ട് കേട്ടോ. സ്വർണ്ണവിലാസം കൂടി നരിയമ്പാറ, സ്വർണ്ണവിലാസം കൂടി മേപ്പാറ വരെ ബസ് സർവീസ് ഉണ്ട്. പക്ഷേ നമ്മൾ ആദ്യം കണ്ട കൽത്തൊട്ടിയിലേക്ക് ബസ് സർവീസ് ഇല്ല. എങ്ങനെയുണ്ട്? അടുത്തടുത്ത് കിടക്കുന്ന 2 ഗ്രാമങ്ങളല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊക്കെയാണ് ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ. ഇവിടെ ഒരു ചെറിയ സ്തൂപം നമുക്ക് കാണാൻ പറ്റും. ഒരു അമ്പലത്തിൻ്റെ ഒരു ചെറിയ സ്തൂപം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ കുരിശുപള്ളി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു ചെറിയ ഒരു കോഫി ഹൗസ് ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, കറക്റ്റ് ആ പഴയ കാലത്ത് നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന ഒരു ഫ്രെയിമില്ലേ, ആ ഒരു ഫ്രെയിം നമുക്ക് ഈ മേപ്പാറ ഗ്രാമത്തിൽ വന്നാൽ നമുക്ക് കിട്ടും. കണ്ടോ, ആ മരങ്ങളുടെ താഴെ ചെറിയ ചെറിയ കൊച്ചു കടകൾ. കട്ടപ്പനയിൽ നിന്ന് മേപ്പാറ വരെ വരുന്ന സ്വർണ്ണവിലാസം വഴി വരുന്ന ബസ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ 1, 2, 3 ബസ്സുകൾ മാത്രമാണ് ഈ ഗ്രാമത്തിലേക്ക് ഉള്ളത് കേട്ടോ. ചേട്ടാ പേരെന്താ? ജനാർദ്ദന അല്ലേ? എത്ര വർഷം ഇവിടെ താമസിക്കുന്നത്? ഞാനിവിടെ 68 കൊല്ലമുണ്ട്. ഈ ഗ്രാമം മേപ്പാറ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ? മേപ്പാറ എന്ന് പറഞ്ഞാലേ ഇത് തൊട്ടിക്കൽ എന്നാണ് തമിഴ്ക്കാർ പേരിട്ടുകൊണ്ടിരുന്നത്. തൊട്ടിക്കല്ല്. അതൊരു കഥയുണ്ട്. കഥയെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രമുണ്ട് ഇവിടുത്തെ, പിന്നെ നമ്മുടെ മഹാവിഷ്ണു ക്ഷേത്രമായത് ഈ തൊട്ടടുത്തുണ്ട്. അവിടെ ആ പറമ്പ് മുഴുവൻ തൊട്ടിക്കല്ലുകളായിരുന്നു. അങ്ങനെ തൊട്ടിക്കല്ല് എന്നായിരുന്നു ഇവിടുത്തെ ആദ്യകാലത്ത് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, തമിഴ്ക്കാരൊക്കെ. അങ്ങനെ ഇവിടെയൊക്കെ തോട്ടമായിരുന്നു മുഖ്യം. അത് അടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെ തോട്ടത്തിലെ ജോലിക്കാരൊക്കെ ആയിരുന്നു. ഞങ്ങളുടെയൊക്കെ അച്ഛപ്പന്മാരൊക്കെ തോട്ടങ്ങളിലൊക്കെ ജോലിയൊക്കെ ആയിട്ട് താമസിക്കുന്നവരാണ്. പിന്നെ എന്താണെന്ന് സത്യം പറഞ്ഞാൽ അവിടെ ഒരു മേപ്പാറയുണ്ട്, അതായത് മൂക്കത്താക്കടയെന്ന് പറയും. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മേപ്പാറ ആയതാണോ എന്ന് സംശയമുണ്ട്. ഇത് തൊട്ടിക്കല്ല യഥാർത്ഥത്തിൽ. തൊട്ടിക്കല്ല, കൽത്തൊട്ടി എന്ന് പറയും. വേറൊരു കൽത്തൊട്ടിയുണ്ട് താഴെ. അത് ഞാൻ കണ്ടു.
പള്ളി കൽത്തൊട്ടി. അതിൻ്റെ ആ കൽത്തൊട്ടി വരാൻ കാര്യം എന്താണെന്നറിയോ, അവിടെ കൽത്തൊട്ടി പോസ്റ്റ് ഓഫീസ് ഉണ്ടായി. പോസ്റ്റ് ഓഫീസ് ഉണ്ടായി. അപ്പോൾ അതിന് കൽത്തൊട്ടി പോസ്റ്റ് ഓഫീസ് വേറിട്ടു. അവിടെ ഒരു പള്ളി കൽത്തൊട്ടി പള്ളി ഇതായി. അങ്ങനെ അത് കൽത്തൊട്ടി ഇത് കൽത്തൊട്ടിയായി. അങ്ങനെയാണ് പെരുമാറിയത്. ഒറിജിനൽ കൽത്തൊട്ടി ഇതാണ്. ആ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പരിസരം മുഴുവൻ തൊട്ടി കല്ലുകളായിരുന്നു. കല്ലുകളിക്കുന്നതിനകത്ത് അതിനകത്ത് കീറി കെട്ടിയ കല്ലുകളിനകത്ത് കുടമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ചേട്ടാ പേര്? ദേവി. നമ്മുടെ കടയല്ലേ? ഈ ഗ്രാമത്തിൻ്റെ ചരിത്രമൊക്കെ ശരിക്കും ഞാൻ ചോദിക്കട്ടെ, എത്ര ബസ്സുണ്ട് കട്ടപ്പനയിൽ നിന്ന് ഇവിടം വരെ? കട്ടപ്പനയിൽ നിന്ന് 3 വണ്ടി. 3 വണ്ടിയുണ്ട്. ചാല 6-7 ചാലുണ്ട്. 6-7 ചാലുണ്ട്. ചേട്ടൻ്റെ പേരോ? ജോസഫ്. ഈ നാട്ടുകാരനാണ്? ഓക്കെ. എന്താണ് ഈ ഗ്രാമത്തെ കുറിച്ച് പറയാനുള്ളത്? ഗ്രാമത്തെക്കുറിച്ച് ഒരു ഒറ്റപ്പെട്ട ഇതായിട്ടാണ് നിൽക്കുന്നത്. ഒറ്റപ്പെട്ട ഒരു ഗ്രാമമാണ്. മറ്റ് സ്ഥലങ്ങളിലേക്ക് വണ്ടിയില്ലല്ലോ, ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. അതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ബസ് കട്ടപ്പനയിൽ നിന്ന് ബസ്സൊക്കെ കയറി ഈ ഗ്രാമത്തിൽ ഇവിടെ കൊണ്ട് അവസാനിക്കും. അപ്പോൾ ഒരു മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഒരു വഴി കാണുന്നില്ല. ആണ് സംഭവം. മുന്നോട്ട് പോയാൽ അങ്ങനെ. ഞാൻ ഈ മേപ്പാറ ഗ്രാമത്തിലൂടെ ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നിങ്ങൾ നോക്കിയൊരു കുഞ്ഞ് മുറുക്കാൻകട പോലെയുള്ള ഒരു കട, വീടിനോട് ചേർന്നുള്ള കടയാണ്. അടിപൊളിയല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കടകളൊക്കെ ഈ മേഖലയിലുണ്ട്. ശരിക്കും ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഫേമസ് ആയ ജല്ലിക്കെട്ട് പടമില്ലേ, ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞ ഫിലിമില്ലേ, ആ ഫിലിമിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു ഗ്രാമമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന മേപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ശരിക്കും ഇവിടുന്ന് ഈ കാണുന്ന വഴിയില്ലേ, ഇങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എസ്റ്റേറ്റുകളാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഈ എസ്റ്റേറ്റിൽ ലയത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, തോട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഇവിടെ ഇറങ്ങി വരും. അങ്ങനെയാണ് ഈ ഗ്രാമം മുന്നോട്ട് പോകുന്നത് കേട്ടോ. പക്ഷേ ഇവിടങ്ങളിലൊക്കെ ആയതുകൊണ്ടോ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു സുന്ദരമായിരിക്കുന്ന ഒരു ഗ്രാമമാണ് ഇത് കേട്ടോ. അപ്പോൾ അവിടെ നമുക്കൊരു ടെമ്പിൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഗ്രാമത്തിൻ്റെ ഒരറ്റത്ത് ടെമ്പിളും മറ്റേ അറ്റത്ത് ഒരു പള്ളിയുമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നാൽ ഇത് അടിപൊളി ഒരു ചെറിയ ഗ്രാമം അല്ലേ? എന്നിട്ട് ഒരു ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ചായിരുന്നേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ തമിഴരായിട്ടുള്ള ആളുകളായിരുന്നു തോട്ട മേഖലയിലേക്ക് വന്നുകൊണ്ടിരുന്നെങ്കിലും ഇപ്പം ഭായിമാരാണ് മിക്കവാറും ആളുകൾ തമിഴ്നാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. അതുകൊണ്ട് ഒരു തമിഴ് മേഖല എന്നൊന്നും നമുക്കിത് പറയാൻ പറ്റില്ല. ധാരാളം മലയാളീസാണ് ഇവിടെ തിങ്ങി പാർക്കുന്നത് തന്നെ കേട്ടോ. ഹായ് കൂട്ടുകാരെ, ഇതുവരെ നമ്മൾ കൽത്തൊട്ടിയുടെ തൊട്ടടുത്തുള്ള മേപ്പാറയുടെ ഒക്കെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമീണ കാഴ്ചയാണ്. നിരവധി ഫിലിമിൻ്റെ ലൊക്കേഷൻ ആയിരിക്കുന്ന ഈ ഗ്രാമം ശരിക്കും ഇന്നും പഴയകാല തനിമയോടുകൂടി തന്നെ നിലനിൽക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമമാണ്. അപ്പോൾ ഈ ഗ്രാമീണ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.